അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1400 ജന്മദിനമാണ് ആഗതമാവുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് മഅദിൻ അക്കാദമി ഇത്തരത്തിലുള്ള വലിയൊരു മക്ക മദീന ബേസ്ഡ് ആയിട്ടുള്ള ഹറമിൻ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തീം എന്ന് പറയുന്നത് ഖുർആനിലൊരു ആയത്താണല്ലോ, ഇന്ന അവ്വല ബൈത്തിന് ബുദഅ നാസ് എന്ന് പറയുന്ന അവ്വല ബൈത്ത് എന്ന് പറയുന്ന ഒരു മെൻഷൻ ചെയ്യുന്ന ഒരു ആയത്തുണ്ട്. അഥവാ നമ്മളെ എർത്തിലെ ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് കഅബയാണ്. ആ കഅബിനെ പറ്റിയുള്ള ഡീപ്പായിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഥവാ കഅബയുടെ തുടക്കകാലം മുതലുള്ള പല ടൈം ലൈനിലായിട്ട് വന്ന ചേഞ്ചസ്, അഥവാ പല രാജാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ കഅബിനെ റിനോവേഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് മാറ്റുന്നുണ്ട്, അതിന് കിസ്വ മാറ്റുന്നുണ്ട്, അങ്ങനെ പല ചേഞ്ചസ് വന്ന് അവസാനം ഫഹദ് രാജാവിൻ്റെ കാലം വരെയുള്ള ആ ഒരു കഅബിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു എവല്യൂഷൻ, അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റോളിൽ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇവിടെ വരുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റായിട്ട് വരുന്നത് ഈ ഒരു ബൈത്തിലും ഈ ഒരു ലിസ്റ്റിലും കാണാൻ നിങ്ങൾക്ക് 10 കാലഘട്ടങ്ങളിലായിട്ട് വരുന്ന റിനോവേഷൻസ്, അത് ആദിനബി മുതൽ തുടങ്ങിയിട്ടുള്ള സുൽത്താൻ മുറാദ് വരെയുള്ള മേജർ ചേഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റായിട്ട് പറയുന്നത് അല്ലാഹു തആലയാണ് ഭൂമിയെ വരെ സൃഷ്ടിക്കുന്ന മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സാക്ട് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നിർണ്ണയിക്കുന്നുണ്ട്. ശേഷം മലായികത്തിനോട് അവിടെ ഒരു ഭൂമിയിൽ മനുഷ്യന്മാർക്ക് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കഅബ നിങ്ങൾ നിർമ്മിക്കണം, അഥവാ മലായികത്തിന് അവിടെ ഒരു ത്വാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അർശിന് ചുറ്റും സിസ്റ്റം വെച്ചതുപോലെ തന്നെ ഇവിടെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് കഅബ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആദിനബിന്റെ കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെള്ളമല അവർ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കഅബയായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഇതെന്ന് പറയുന്നത് നൂഹ് നബിയുടെ കാലത്ത് വലിയ തൂഫാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കെ തകർന്നു പോകുന്നുണ്ട്. ശേഷം വന്ന രൂപപ്പെട്ട ഒരു മലയാണിത്. ഈ മല പിന്നീട് അവിടുന്ന് നീങ്ങുകയും അതേ പോയിന്റിലാണ് ഇബ്രാഹിം നബിയുടെ കാലത്ത് ഒരു കഅബ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ഇസ്മായിൽ നബിയും കൂടി ചേർന്നുണ്ടാക്കിയ കഅബ 2 കോർണർ അതുപോലെ തന്നെ ആർക്ക് ഷേപ്പിലാണ് വരുന്നത്. അതിന് റൂഫില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ഇജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇബ്രാഹിം നബി സെറ്റ് ചെയ്ത് കൊടുത്ത്, അതുപോലെ തന്നെ 2 ഡോർ വരുന്നുണ്ട്. ശേഷം അമാലിക്കൽ ചുറുഹും കുസൈബിൻ കിലാബിന് കാലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ശേഷം മുത്തുനബി വരെ പങ്കെടുത്തിട്ടുള്ള ഖുറൈശികളുടെ കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു കഅബയുടെ കൺസ്ട്രക്ഷൻ നബിന്റെ കാലത്ത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വന്നൊരു റിനോവേഷൻ ആണ് ഈ കാണുന്ന ഒരു കഅബ. അഥവാ മുത്തുനബി ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഖുറൈശികൾക്കിടയിൽ തർക്കം വരുന്നുണ്ട്, ആരാണ് ഹജറുൽ അസ്വദ് വെക്കേണ്ടത്. ആ സമയത്ത് മുത്തുനബി ഡയറക്റ്റ് അതിൽ ഇടപെട്ട് അതിനൊരു എന്താ പറയുക ഒരു മസ്ലഹത്താക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കഅബയുടെ കൺസ്ട്രക്ഷൻ. അതിന് 2 ഡോർ ഒരു ഡോറാക്കി മാറ്റി ആദ്യമായിട്ട് റൂഫ് ടോപ്പ് കൊടുത്ത് മിസാബ് കൊടുത്ത് അതുപോലെ തന്നെ അവിടെ നീളം 3 മീറ്റർ കുറക്കുന്നുണ്ട് കഅബ. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇജർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അത് ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ഇസ്മായിൽ നബിക്കും ആളുകൾക്കും അറസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി പ്രത്യേകം ഒരുക്കി കൊടുത്തൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം പറയുന്നത്. പിന്നീട് ആ മുത്തുനബി വഫാത്തായതിനു ശേഷം ഹിജാസിൽ ഭരിച്ചിരുന്ന അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവരാണ് ഇത് വീണ്ടും 3 മീറ്റർ കൂട്ടി മുത്തുനബിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അതിനനുസരിച്ച് ഹൈറ്റ് വെടുത്ത് അതുപോലെ തന്നെ ലെങ്ത് അവനിത് കൂട്ടി കൊടുത്ത് ഡോർ എന്ത് ചെയ്ത് മെറ്റൽ ഡോറാക്കി മാറ്റി. ആദ്യം മരത്തിൻ്റെ ഡോറായിരുന്നു. അതുപോലെ തന്നെ ഹൈറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഹൈറ്റും കൂട്ടുന്നുണ്ട്, കില്ലയും മാറ്റുന്നുണ്ട്. പക്ഷേ ഈ നിർമ്മിച്ചതൊന്നും ആർക്ക് പറ്റിയില്ല. ശേഷം വന്നൊരു ഡിക്റ്റാറ്റർ റൂളർ ആയിരുന്നു, അത് ഹജ്ജാജ് ബിൻ യൂസുഫ്. അവർക്ക് അത്ര പിടിച്ചില്ല. അബ്ദുല്ലാഹ് ബിൻ സുബൈർ തങ്ങൾ മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് വീണ്ടും കുറച്ച് എല്ലാം എന്ത് ചെയ്ത് പഴയ പോലെ ഖുറൈശിൻ്റെ പോലത്തെ കഅബ തന്നെ ആക്കി മാറ്റി. ശേഷം ഹിജാസിൽ വലിയൊരു വെള്ളപ്പൊക്കം വരുന്നുണ്ട്. ആ സമയത്താണ് അന്നത്തെ ഓട്ടോമൻ റൂളറായ സുൽത്താൻ മുറാദ് 4 അവരാണ് ഇത്തരത്തിൽ ഹൈറ്റ് കൂട്ടി ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്മെൻറ്റ് മുതൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കല്ലുകളൊക്കെ മാറ്റി സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകൾ കൊടുത്ത് അവർ ഫുൾ പോളിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ സിൽവർ ഡോറൊക്കെ മാറ്റുന്നുണ്ട്. പഴയ ഡോറ് അന്നത്തെ ഒരു ഈജിപ്ഷ്യൻ എഞ്ചിനീയർ ഉണ്ട്, അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പില്ലേഴ്സ് ഫുള്ള് മെറ്റലാക്കി മാറ്റുന്നുണ്ട്. ഈ ഒരു ഹൈറ്റാണ് ഇന്നും നമ്മൾ കാണുന്ന കഅബ. ഇതിന് ശേഷം വന്ന ഒരേ ഒരു മാറ്റമാണ് 1995 ഫഹദ് രാജാവിൻ്റെ കാലത്ത് നമ്മൾ ഇന്നും കാണുന്ന കഅബ. ആ കഅബയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു അവസാനം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കഅബ. ഈ ഒരു കഅബയിലാണെന്ന് പറഞ്ഞാൽ ഒരു 20-30 വർഷത്തിനുള്ളിലായിട്ട് പല മാറ്റങ്ങളും വന്നു കഴിഞ്ഞു. അഥവാ ഗോൾഡൻ ഡോർ, 5ാമത്തെ ഡോറായിട്ടുള്ള ഗോൾഡൻ ഡോർ, അതുപോലെ തന്നെ മക്കാം ഇബ്രാഹിം എന്ന് പറയുന്നത് വളരെ ഫضലുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനത്തെ ഒരു ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, കവറിങ് കൊടുക്കുന്നുണ്ട്. അഥവാ 77-ലാണ് ഈ ഒരു ഡോർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹജറുൽ അസ്വദ് ഇവിടെ ഒരു സിൽവർ ഫ്രെയിമിംഗ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഖാലിദ് രാജാവ് അതുപോലെ തന്നെ ഇബ്ൻ അബ്ദുൽ അസീസ് പോലത്തെ റൂളേഴ്സിന്റെ സമയത്താണ് നടക്കുന്നത്. അതുപോലെ തന്നെ കിസ്വ, ഇത്തരത്തിലുള്ള ബ്ലാക്ക് കിസ്വ, ഇത് 6ാമത്തെ കിസ്വാണ്, 6ാമത്തെ ടൈപ്പ് കിസ്വ. അതിന് മുന്നേ റെഡ്, ഗ്രീൻ, വൈറ്റ് പോലത്തെ പല കിസ്വകൾ വരുന്നുണ്ട്. ഇതാണ് ഇബ്രാഹിം മക്കാമി എന്നുള്ളത്. അതായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കൂടിയാണല്ലോ കഅബ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തുകയാണ് കഅബ ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായി ഒരു ഉയർന്ന പ്രതലത്തിലെത്തുവാൻ വേണ്ടി നാം ഹൈറ്റുള്ള ഒരു വസ്തു ഉപയോഗിക്കും. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്നൊരു കല്ലിൻ്റെ മുകളിൽ ചവിട്ടിയായിരുന്നു ഉയർന്ന ഭാഗത്തിലേക്ക് എത്തുവാൻ വേണ്ടി. ആ നിന്ന കല്ലിനാണ് ഇബ്രാഹിം മക്കാമി എന്ന് പറയുന്നത്.
ഇനി നാം ഈ കാണുന്ന രൂപമല്ലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഇബ്രാഹിം മക്കാമിൻ്റെ രൂപം ഈ ഒരു മക്ബറ ഈ ഒരു രൂപത്തിലായിരുന്നു. നാം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു രൂപത്തിലായിരുന്നു. ഇത് 1967 വരെയാണ് ഈ ഒരു രൂപം. പിന്നീടാണ് ഈ ഒരു സ്വർണ്ണ രൂപത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ബോക്സ് ഈ രീതിയിലേക്ക് ആക്കുന്നത്. ഇതാണ് 2 ഇബ്രാഹിം മക്കാമുകൾ. ഈ ഒരു ഏരിയക്കാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. അഥവാ ഇബ്രാഹിം നബിയുടെ കാലത്ത് അവരുടെ പൊന്മകനായ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ഒരുക്കിയൊരു സ്ഥലമാണ് ഇത്. ഇത് ഏകദേശം നമ്മുടെ ഒരു 1.5 മീറ്റർ ഹൈറ്റ് വരും ഈ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതിന്റെ ഭാഗത്തായിട്ടാണ് മിസാബ് എന്ന് പറയുന്ന സ്വർണ്ണപ്പാത്തി വരുന്നത്. നമുക്കറിയാം സ്വർണ്ണപ്പാത്തി ഡയറക്റ്റ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ നേരെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് മിസാബ് പോകുന്നത്. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗള ഷരീഫ് ഉണ്ടല്ലോ മദീനത്തുള്ള ആ ഭാഗത്തേക്കാണ് നേരെ പോകുന്നത്. അഥവാ കിബിലയായ കഅബ, ആ കഅബയുടെ കിബിലയാണ് ഈ കാണുന്ന റൗള ഷരീഫ് അഥവാ കിബിലത്തിൽ കിബില എന്ന് പറയും. അത് നേരെ മിസാബിന്റെ ഡയറക്ഷനിലായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാം ഈ ഒരു മിസാബ് വരുന്നത് ഖുറൈശിന്റെ കാലഘട്ടത്താണ് ആദ്യമായിട്ട് വരുന്നത്. അഥവാ റൂഫ് ടോപ്പ് വന്ന സമയത്താണ് ആദ്യമായിട്ട് മിസാബ് ഖുറൈശിന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. ഇത് വരുന്നത് നമ്മുടെ ഷെയ്ഖുന ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിന് UAE നിന്ന് അവിടുത്തെ വലിയ പ്രമുഖ ഉസ്താദിന് സമ്മാനമായി നൽകിയ യഥാർത്ഥ ഏകദേശം 1 വർഷത്തോളം കഅബയിൽ ധരിക്കപ്പെട്ട കിസ്വയുടെ ഭാഗങ്ങളാണ്. ഇത് ഒറിജിനൽ ഗോൾഡാണ്, ഇത് സിൽവറാണ്. ഇവിടെ വരുന്ന ഈ ക്ലോത്ത് സിൽക്കാണ്. ഈ ഗോൾഡ് വരുന്നത് ഏകദേശം 24 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട്. കഅബയിൽ മൊത്തത്തിൽ ഗോൾഡ് ഉപയോഗിക്കുന്നത് 120 കിലോഗ്രാമാണ് ഗോൾഡ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ മുഹറം മാസത്തിലും കഅബയിലെ കിസ്വ മാറ്റും. ഈ മാറ്റുന്ന കിസ്വകളെ അവിടെയുള്ള എംബസികൾ, മ്യൂസിയം, പിന്നെ അതുപോലെ വലിയ പണ്ഡിത പ്രമുഖർക്കൊക്കെ ഇതുവരെ കൈമാറും. ഈ ഒരു സോൺ എന്ന് പറയുന്നത് അഥവാ കിബില കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസും അതുപോലെ തന്നെ മെറ്റീരിയൽസുമാണ്. ഇത് കിബില കാണുന്ന ഡിവൈസ് ആണ്, അതുപോലെ തന്നെ കാണുന്ന ഇക്വേഷൻസ് ആണ്. ഇവിടെ എന്താ പ്രധാനമായിട്ടും നമ്മുടെ ഈ സ്റ്റാൾ ലക്ഷ്യം വെക്കുന്നത് തവക്കൽത്തു അലല്ലാഹ് എന്ന ടൈറ്റിലോട് കൂടി ആരംഭിക്കുന്ന നമ്മുടെ സ്റ്റാൾ ലക്ഷ്യം വെക്കുന്നത് പണ്ട് കാലത്ത് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ഹാജിമാർ 3 രൂപേണയാണ് പ്രധാനമായിട്ടും പോയിരുന്നത്. അതായത് നമ്മുടെ ഈ ഓറഞ്ച് ലൈനിൽ കാണിക്കുന്നത് നടന്നു പോകുന്ന പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ് വഴി പാകിസ്ഥാൻ ഇവിടെ, ഇറാൻ അവിടെ, ഇറാഖ്, കുവൈത്ത്, പിന്നീട് നേരെ മക്കയിലേക്ക് പോകുന്ന രൂപം. അതല്ലാതെ പിന്നീട് സൂറത്ത് എന്ന് പറയുന്നത് ബാബു മക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് പോയിരുന്നു. 1500-700 കാലഘട്ടത്തിൽ പോയിരുന്നു. അതിനുശേഷം മുംബൈയിൽ നിന്ന് 1927 ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടെ ഹജ്ജിന് വേണ്ടി കപ്പൽ യാത്ര തുടങ്ങുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ മുംബൈയിലേക്ക് 3 ദിവസത്തെ ട്രെയിൻ യാത്ര, അതിനുശേഷം 9 ദിവസത്തെ യാത്ര അങ്ങോട്ടുണ്ടാവും. പിന്നെ ഇത് കാണുന്നത് നമ്മൾ മവാക്കിബ് എന്ന് പറയും സത്രങ്ങളാണ്. അതായത് ഇറാൻ, ഇറാഖ് തൊടാതെ നടക്കുന്ന ഒരാൾക്ക് സൗദി അറേബ്യ എത്തുക സാധ്യമല്ല. അതിനുവേണ്ടി അവർ പ്രത്യേകം സജ്ജമാക്കി വെച്ചിട്ടുള്ള വിശ്രമിക്കാനുള്ള വിശ്രമ മുറികളാണ്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഒരൊറ്റ ട്രെയിൻ മാത്രമേ കാലിക്കറ്റിൽ നിന്നുള്ളൂ. ആ ട്രെയിനിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി വെച്ചതാണ്. ഈ പെട്ടികൾ പ്രധാനമായിട്ടും 4 കെട്ട് എന്ന് പറയും. ഈ കെട്ടുകൾ ഇത് പ്രത്യേകം കെട്ടാൻ വേണ്ടി ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് തലേ ദിവസം വന്ന് കെട്ടുന്നതാണ്. അപ്പോൾ അന്നത്തെയാണ്. അപ്പോൾ അതെ. പിന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഷെയ്ഖുനാടൊക്കെ മറ്റു ബുക്കുകൾ. ഇത് ബേപ്പൂരിന്റെ ഒരു ചെറിയ രൂപമാണ്, മിനിയേച്ചറാണ്. അതായത് ബേപ്പൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ ലാഞ്ച് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ലാഞ്ചുകൾ ഉപയോഗിച്ച് ഹജ്ജിന് പോയിരുന്നു എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുഗല്ലൈൻ കമ്പനിയാണ് പ്രധാനമായിട്ടും നമ്മളെ ഹജ്ജിന് കൊണ്ടുപോയിരുന്നത്. 95-ലാണ് മുഗല്ലൈൻ കമ്പനി. ഹജ്ജ് ഈ കപ്പൽ യാത്രകൾ അവസാനിക്കുന്നത് 95-ലാണ്. 95-ൽ അവസാനമായിട്ട് നിക്കോബാറാണ് പോയിരുന്നത്. മുസഫരി കപ്പലിന്റെ ഒരു ചെറിയ രൂപരേഖ ഇവിടെ തയ്യാറാക്കിയതാണ്. ഇവിടെ മലബാറിൽ നിന്ന് പോകുന്ന ഹജ്ജ് യാത്രക്കാർക്ക് അവർ വലിയ ആഘോഷങ്ങളോടും ആഡംബരങ്ങളോടും കൂടിയാണ് അവരെ ഇവിടുന്ന് യാത്ര ആക്കിയിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അന്നത്തെ മുന്തിയ വണ്ടിയായ കാളവണ്ടികളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വടികൾ വെച്ച് അതിന്മേൽ മേൽക്കൂര പ്രത്യേകം ഇല്ലാത്തത് കൊണ്ട് ഒരു തുണി വിരിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്.